ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിശ്വാസം. പ്രധാനപ്പെട്ടതാണ് എന്ന് മാത്രമല്ല, ആകർഷണ നിയമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് വിശ്വാസം എന്ന ആശയം തന്നെയാണ്. ഏത് ലക്ഷ്യം നമ്മൾ മനസ്സിൽ കണ്ടാലും അത് നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് എന്ന വിശ്വാസം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അത് യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കൂ. എന്നാൽ മാനിഫെസ്റ്റേഷൻ എന്ന പ്രോസസ്സിലേക്ക് വരുമ്പോൾ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന ഫീലാണ് നമുക്ക് വരേണ്ടത്. അതിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും തന്നെ പെട്ടെന്ന് സക്സസ് ആകണം എന്നില്ല. കാരണം എത്ര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളായാലും ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു കാര്യം നടന്നു എന്ന് വിശ്വസിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയേക്കാം. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ വേറൊരു ഫീലിങ്ങിലൂടെ ഈ ആശയം അപ്ലൈ ചെയ്യാവുന്നതാണ്. മറ്റൊന്നുമല്ല, എക്സൈറ്റ്മെൻ്റ് ആണ് ആ ഫീലിംഗ്. സാധാരണ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന് ചിന്തിക്കണം, അല്ലാതെ നടക്കുവാൻ പോകുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ രണ്ട് ഫീലിങ്സും ഏകദേശം ഒരുപോലെ തന്നെ വരാവുന്നതാണ്. നമ്മുടെ ആഗ്രഹം നടക്കുവാൻ പോകുന്നു എന്നാലോചിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും വളരെ പവർഫുള്ളാണ്. നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കാം, അല്ലെങ്കിൽ അത് സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ള ആ എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യാം. ഇതിൽ ഏത് സമയത്തും ചെയ്യാവുന്നതാണ്. പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സംശയം വരാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഡൗട്ടൊന്നും ഉണ്ടാകുന്നില്ല എങ്കിലാണ് വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ നടക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായും നടക്കും എന്ന് വിശ്വസിക്കുക. അതോടൊപ്പം തന്നെ അതിൽ സന്തോഷിക്കുകയും ദൈവത്തോട് അഡ്വാൻസായി നന്ദി പറയുകയും ചെയ്യുക. ഇതുവഴി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വളരെ ഫാസ്റ്റായി നടക്കും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.